ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടർട്ടിൽ വൈൻ അതുപോലെ തന്നെ നമ്മുടെ ബൊളീവിയൻ ജ്യൂ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതൊരു കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാര്യം ഇത് രണ്ടും ഹാങ്ങിങ് പ്ലാന്റ്സ് ആണെന്ന് നിങ്ങൾക്കറിയാം. ബൊളീവിയൻ ജ്യൂവും അതുപോലെ തന്നെ ടർട്ടിൽ വൈനും. അപ്പോൾ ഇത് മറ്റൊരു രീതിയിൽ വളർത്തിയിരിക്കുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ ആയിരുന്നു ബൊളീവിയൻ ജ്യൂവിൻ്റേത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു അത്. അതിന് ഒരുപാട് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബൊളീവിയൻ ജ്യൂവിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു തവണ ഞാനത് വീട്ടുമുറ്റത്ത് വളർത്തി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ബൊളീവിയൻ ജ്യൂവിന് നമുക്ക് കുറച്ച് വെയിൽ കൂടിയാലും പ്രശ്നമില്ലെന്നാണ് ഞാൻ പരീക്ഷിച്ച് നോക്കി മനസ്സിലായത്. കാരണം ആ ഒരു വീഡിയോയിൽ ബൊളീവിയൻ ജ്യൂ ഞാൻ വെച്ചിരിക്കുന്നത്, അതായത് കലീസിയ റെപ്പൻസ് എന്നുള്ള ചെടി വെച്ചിരിക്കുന്നത് നല്ല വെയിലത്ത് തന്നെയാണ്. എന്നാലും അത്യാവശ്യം ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്താണെങ്കിൽ കലീസിയ റെപ്പൻസ് അഥവാ ബൊളീവിയൻ ജ്യൂ നല്ല രീതിയിൽ വരും. അപ്പം അതാണ് ഒരു കാര്യം. പക്ഷേ നമ്മുടെ ടർട്ടിൽ വൈന് വെയിൽ കൂടിപ്പോയാൽ മഞ്ഞിച്ച് പോകുന്ന ഒരു കുഴപ്പമുണ്ട്. അതിൻ്റെ ഇലകളെല്ലാം മഞ്ഞിച്ച് പോകും. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് സൺലൈറ്റാണ് അതിന് നല്ലത്. അപ്പോൾ ഈ ഒരു ടർട്ടിൽ വൈനും അതുപോലെ കലീസിയ റെപ്പൻസ് അഥവാ ബൊളീവിയൻ ജ്യൂവും നട്ടിരിക്കുന്നത് വീടിൻ്റെ പുറകിലായിട്ടാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ പുറകിൽ, ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ പുറകിലാണ് ഇത് നട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ അമ്മ ഇതിൻ്റെ പുറകിലായിട്ട് ഹാങ് ചെയ്തതിൻ്റെ ഒരു കുറച്ച് എടുത്തിങ്ങനെ വീടിൻ്റെ പുറകിൽ നട്ടതല്ല, വെറുതെ ഇട്ടതാണ്. അതങ്ങനെ പടർന്നങ്ങ് പിടിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ കഷ്ണം വീട്ടുമുറ്റത്ത് എവിടെയെങ്കിലും വീണാൽ മതി, അത് തനിയെ ഇങ്ങനെ പടർന്നു വന്നുകൊള്ളും. ഇവിടെ പ്രത്യേകിച്ച് വളമോ കാര്യമോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. വീടിൻ്റെ പുറകിൽ കുറച്ചൊരു സ്പേസിലായിട്ട് ഇത് തനിയെ ഒന്നോ രണ്ടോ കഷ്ണം ഇതിൻ്റെ എങ്ങനെയോ നടാനായിട്ട് എടുത്ത വഴിക്ക് വീണതാണ്. വീണ് ഇതിങ്ങനെ തനിയെ പടർന്നങ്ങ് പിടിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കലീസിയ റെപ്പൻസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ ഇത് വീട്ടുമുറ്റത്ത് വളർത്തി പരീക്ഷിച്ച് കാണിച്ചു തരാമെന്നാണ്. പക്ഷേ അത് നടന്നില്ല. കാര്യം ഇതിന് എന്താ പറയുക, ഒരുപാട് കെയറൊക്കെ കൊടുത്താണല്ലോ നമ്മൾ സാധാരണ ഇത് ചെടിച്ചട്ടിയിലൊക്കെ നടുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു വീട്ടുമുറ്റത്ത് കുറച്ച് വളമൊക്കെ ചേർത്തൊക്കെ നടാമെന്ന്. പക്ഷേ നമ്മളെ തന്നെ അതിശയിപ്പിച്ചുകൊണ്ട് വളമൊന്നും തന്നെ ഇല്ലാതെ ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തിയപ്പോൾ നിറയെ തഴച്ച് വളർന്ന് വീടിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. തനിയെ ഉണ്ടായി വന്നതാണ്. അപ്പോൾ ഇത് കലീസിയ റെപ്പൻസ് ആണ്. അതും ടർട്ടിൽ വൈൻ, ഇതായി കാണുന്നത് ടർട്ടിൽ വൈനാണ്. ഇത് രണ്ടും കൂടി ഒന്നിച്ച് പടർന്ന് നല്ല തിക്കായിട്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല തിക്കായിട്ട് വളർന്ന് നിൽക്കുകയാണ് വീടിൻ്റെ പുറകിലായിട്ട്. പുറകിലൊരു സൈഡിൽ, ഒരുപാട് സ്ഥലത്തില്ല. ഞാൻ എത്രത്തോളം അത് വളർന്നു പോയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ? ഇനി വീട്ടിനകത്തേക്ക് പടർന്നു കയറും എന്നാണ് സംശയം. ഇതാ കണ്ടില്ലേ? കല്ലിലൊക്കെ ഇതിങ്ങനെ നന്നായിട്ട് പടർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകിലായിട്ട് കുറച്ച് പറമ്പിൽ നിന്ന് കുറച്ച് പാറ നമ്മൾ പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീടിൻ്റെ പുറകിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് എടുത്ത് മാറ്റേണ്ട ആവശ്യം വരുമ്പോൾ നമുക്ക് അത് മുറ്റമൊക്കെ കുറച്ചും കൂടി ഒന്ന് വീതി കൂട്ടുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ മാറ്റാനായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുകളിൽ ടർട്ടിൽ വൈൻ കയറി അങ്ങ് പിടിച്ചിരിക്കുകയാണ്. പാറയൊക്കെ ഇട്ട കൂട്ടത്തിൽ കുറച്ച് മണ്ണൊക്കെ വീണിട്ടുണ്ട്. അതിലേക്കൊക്കെ നല്ല രീതിയിൽ തഴച്ച് വളർന്നതേ കിടക്കുന്നുണ്ടല്ലേ, നല്ല ഭംഗിയിൽ. നമ്മൾ നട്ടതേ അല്ല, നമ്മൾ നടാനായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞാനിവിടെ അമ്മയ്ക്ക് കൊടുത്തു വിട്ടതായിരുന്നു. അമ്മ വന്നപ്പോൾ കൊടുത്തു വിട്ടതായിരുന്നു. അപ്പോൾ അതിൽ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചൊക്കെ നട്ട് ഇവിടെ വീടിന് പുറകിൽ കൊണ്ടുവച്ചിട്ടാണ് അതിൻ്റെ ചട്ടിയൊക്കെ നിറച്ചത്. ആ സമയത്ത് എങ്ങനെയോ കുറച്ച് ഒന്നോ രണ്ടോ കഷ്ണം അതിൻ്റെ ഒരു നോട്ട്സിലും വേരാണ്, ഓരോ നോട്ട്സിലും വേരാണ്. ടർട്ടിൽ വൈനെ പറ്റിയൊക്കെ വിശദമായിട്ട് അറിയാവുന്നവർക്ക് അറിയാം. എല്ലാ വീടുകളിലും, മിക്ക വീടുകളിലും ഇതുണ്ട്. പിന്നെ അതിൻ്റെ ഓരോ നോട്ട്സിലും, അതുപോലെ നമ്മുടെ ബൊളീവിയൻ ജ്യൂ അഥവാ കലീസിയ റെപ്പൻസിൻ്റെ ഓരോ നോട്ട്സിലും വേരുണ്ട്. അത് ഒരു കഷ്ണം വീണാൽ നന്നായിട്ട് കിളിക്കും. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, നമുക്ക് ടർട്ടിൽ വൈനാണെങ്കിൽ നമുക്ക് വീട്ടുമുറ്റത്ത് വളർത്താം. പക്ഷേ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അതിലേക്ക് ഒരുപാട് വീഴരുത്. ഇത് അത്യാവശ്യം ബാക്ക് സൈഡിൽ കുറച്ച് ഷെയ്ഡിൻ്റെ താഴെയായിട്ടാണ്. അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിങ്ങനെ പിടിച്ചു കിടക്കുന്നത്. അവിടെ ഒരു പാറയുടെ ഒരു പാറ കിടപ്പുണ്ട്. അതിൻ്റെ ചുറ്റിനും കണ്ടോ
അവനങ്ങ് നല്ല രീതിയിൽ തഴച്ചങ്ങ് ദൂരേക്ക് അങ്ങ് പോയേക്കാണ്. കണ്ടില്ലേ, നമ്മൾ നട്ടതേ അല്ല ഇത്. അതുകൊണ്ടാണ് എനിക്കിത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ചത്. നമ്മൾ വളമൊക്കെ ചേർത്തല്ലേ ഹാങ്ങിങ് ആയിട്ട് നടുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല വളക്കൂറുള്ള മണ്ണാണ്, അതുകൊണ്ടും കൂടി ആകാം. കുറേ പായലൊക്കെ ഉണ്ട് അതേ പുറകിൽ. അവിടെയൊക്കെ ആ ഭിത്തിയിലൊക്കെ കുറേ മഴ പെയ്തിട്ട് കുറേ പായലൊക്കെ ഉണ്ട്, അതിലൊക്കെ പിടിച്ച് കയറിയിരിക്കണം. പായലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കുറേ മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു വളം കൂടി എടുത്തുകൊണ്ട് ഇവനങ്ങ് നല്ല രീതിയിൽ വളർന്നു പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ പുറകിലൂടെയൊക്കെ നടക്കുന്ന സ്പേസിൽ കുറച്ച് എന്താ പറയുക, നമ്മൾ ചവിട്ടുന്ന ആ ഒരു സ്പേസിൽ കുറച്ചില്ല. അപ്പോൾ നമ്മൾ അതിലേ നടന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് ഇതിങ്ങനെ വളർന്നു കൊള്ളും. ഇതാ കണ്ടില്ലേ, ഇവിടെ കുറേ മുക്കുറ്റി ചെടിയൊക്കെ നിൽപ്പുണ്ട്. ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴയത്ത് നിന്നാണ് ഞാൻ എടുക്കുന്നത്. ആ ഷെയ്ഡ് ഉള്ളത് കൊണ്ടാണ് മഴവെള്ളം വീഴാതെ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഫോണൊക്കെ ആകെ നാശമായി, വെള്ളം വീണിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ഞാൻ ഷൂട്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. ഏകദേശം ഇത്രത്തോളം എത്തിയിട്ടുണ്ട് വളർന്ന്. ഇനി അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ ഇത് ലഷായിട്ട് വളർന്നു വരും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ, കുറച്ച് വെയിലടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇലകൾക്കൊരു മഞ്ഞിച്ച നിറം കാണുന്നത്. ഇതാണ് മുക്കുറ്റി ചെടി. ഓരോ സ്ഥലത്ത് ഓരോ പേരുകളായിരിക്കും. നമ്മൾ ഗണപതിക്കൊക്കെ മാല കെട്ടാനായിട്ട് അമ്പലങ്ങളിൽ യൂസ് ചെയ്യാറുണ്ടത്. ഇതേ കണ്ടില്ലേ, ഒരുപാട് ഇങ്ങനെ അങ്ങിങ്ങായിട്ടുണ്ട്. ദേ അങ്ങറ്റത്തായിട്ട് ഒരു ചെടിയുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെയും കുറച്ച് നമ്മുടെ ടർട്ടിൽ വൈൻ അവിടെയും ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ അങ്ങോട്ടേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് ആൾ. ഇതേ കണ്ടില്ലേ, അങ്ങറ്റത്ത് ഇവിടെയും എങ്ങനെയോ ഒരു കഷ്ണം എങ്ങനെയോ വന്ന് വീണിട്ടുണ്ട്. അവിടെയും നല്ല തിക്കായിട്ട് വളർന്നു വരികയാണ്. അപ്പോൾ ഈ ഒരു ടർട്ടിൽ വൈൻ എന്ന് പറയുന്ന ചെടി നമ്മൾ പല പോട്ടിംഗ് മിക്സൊക്കെ ഉപയോഗിച്ച് നമ്മൾ വളർത്തുന്നുണ്ട്. അതും വളരെ എഫക്റ്റീവായിട്ട് വളരും. കാര്യം എൻ്റെ നാട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ ഇത് നല്ല രീതിയിൽ വളർത്തിയിട്ടുണ്ടായിരുന്നു. ഈ അടുത്തിടെയായിട്ട് കുറച്ച് ശ്രദ്ധ കുറഞ്ഞു പോയി. അപ്പോൾ ആളുടെ ഭംഗിയൊന്ന് മങ്ങി. അതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റിയുള്ളൊരു വീഡിയോ ചെയ്യാതിരുന്നത്. ഇനിയും കാര്യമായിട്ട് അതിനൊന്ന് വളർത്തി നല്ല രീതിയിലാക്കിയ ശേഷം വേണം നിങ്ങൾക്കതിനെ പറ്റിയൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സ് കാണിക്കുന്ന കൂട്ടത്തിൽ ഞാനത് കാണിക്കാം. പക്ഷേ അത്ര ഞാൻ നേരത്തെ വളർത്തിയിരുന്ന അത്രയും ഭംഗിയിൽ അത് ഇപ്പോൾ ആയിട്ടില്ല. അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു വളവും ചെയ്യാതെ ഒരു കെയറും കൊടുക്കാതെ ഇത്രയും ഭംഗിയിൽ നമ്മുടെ ടർട്ടിൽ വൈനും അതുപോലെ തന്നെ നമ്മുടെ കലീസിയ റപ്പൻസ് അഥവാ ബൊളീവിയൻ ജ്യൂവും വളരെ ഭംഗിയിൽ തറയിൽ ഒരു വളവും കൂടാതെ പടർന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഒരുപാട് അഭിപ്രായങ്ങളും ഒരുപാട് വ്യൂസും കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്ത കലീസിയ റപ്പൻസ് അഥവാ ബൊളീവിയൻ ജ്യൂവിൻ്റേത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് ഞാൻ പൊട്ടിയ ചട്ടിയിലാണ് വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അത് പൊട്ടിപ്പോയ നമ്മുടെ വീട്ടിൽ വേസ്റ്റായി പൊട്ടിപ്പോകുന്ന ചട്ടികളുണ്ടല്ലോ, അതിൽ നല്ല തിക്കായിട്ടത് വളർത്തിയെടുത്തിരിക്കുന്ന രീതിയാണ്. അങ്ങനെ ആകുമ്പോൾ ആ ബൊളീവിയൻ ജ്യൂ അതിൽ വളർന്നു നിൽക്കുമ്പോൾ ആ ചട്ടി പൊട്ടിയതൊന്നും കാണില്ല. അപ്പോൾ നമ്മുടെ ചട്ടിയൊന്നും വേസ്റ്റായി പോകത്തുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ദയവായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ കൂടി മറക്കാതെ ഓളെന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സാകാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.